ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഈ സൺഡേ ഞങ്ങൾ ഗ്ലോബൽ വില്ലേജ് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എടുത്ത വീഡിയോ ആണിത്. കുറച്ച് ക്ലിപ്സൊക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതൊക്കെ ജോയിൻ ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആണ്. ഞങ്ങൾ ഞങ്ങളുടെ റൂമിൻ്റെ താഴെ തന്നെ ഞങ്ങൾക്ക് ബസ് ഉണ്ടായിരുന്നു. അങ്ങനെയാണ് പോയത്, ബസ്സിലാണ് പോയത്. അപ്പോൾ ഞങ്ങൾക്കൊരു 20 മിനിറ്റ്സ് എടുത്തുള്ളൂ കേട്ടോ. പെട്ടെന്ന് എത്തി, കുറച്ച് ഈസി ആയിരുന്നു ഞങ്ങൾക്ക്. ഡയറക്റ്റ് അവിടെ ചെന്നിറങ്ങി, വേറെ നടുക്ക് സ്റ്റോപ്പൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ നല്ല സുഖമായിരുന്നു. പിന്നെ കയറി ചിലപ്പോൾ എൻട്രൻസിൽ തന്നെ ഞങ്ങൾ ഈ ബലൂണാണ് കണ്ടത് കേട്ടോ. അപ്പോൾ ഞങ്ങൾ അതിര ബേബിക്ക് വാങ്ങിച്ചാലോ എന്ന് വിചാരിച്ചു. പക്ഷേ അതിന് ഭയങ്കര വില. ഏട്ടൻ വാങ്ങിക്കാമെന്ന് പറഞ്ഞു, പക്ഷേ എനിക്കത് അത്ര അങ്ങോട്ട് സെറ്റായില്ല. കാരണം നല്ല വില പോലെ തോന്നി. ഞാനിപ്പോൾ ഇവിടെ പ്രൈസൊക്കെ കമ്പയർ ചെയ്ത് നോക്കുകയാണ്, അത് കാരണം തോന്നുന്നു എനിക്ക് അങ്ങനെ ഭയങ്കര പ്രൈസായിട്ട് തോന്നി. പിന്നെ അതിന് ശേഷം ഞാൻ ഈ ചെസ്റ്റ്നട്ട് വാങ്ങിട്ടോ, അത് കഴിച്ച് നോക്കാമെന്ന് തോന്നി. അതങ്ങനെ കഴിച്ച് നോക്കി, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. പക്ഷേ ഏട്ടന് അത്ര ഇഷ്ടപ്പെട്ടൊന്നുമില്ല. എനിക്കിഷ്ടപ്പെട്ടു. ഒരു ചക്കക്കുരു പുഴുങ്ങി ചക്കക്കുരു ചുട്ട പോലെ അങ്ങനത്തെ ഒരു ടേസ്റ്റ് തന്നെ സംഭവത്തിനുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് തിന്നാൻ നല്ല ഇഷ്ടപ്പെട്ടു. ഞാൻ തിന്നുമ്പോൾ ഓരോ കഷ്ണം അതിലേക്കും കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് അപ്പുറത്ത് തുപ്പി കളയാന്ന് ഞാൻ അവസാനമാണ് മനസ്സിലാക്കിയത്. കാരണം അവിടെ അടിച്ചു വരാൻ വേണ്ടിയിട്ട് ഒരാൾ വന്നിട്ട് അതൊക്കെ അടിച്ചൊരി കൊണ്ടുപോകുന്നുണ്ടായിരുന്നു. ഞാൻ ഈ കൊടുക്കുന്നതൊക്കെ അവൻ തുപ്പി കളയാണല്ലോ എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായത്. പിന്നെ അതിന് ശേഷം ഞങ്ങൾ ഓരോ കൺട്രീസിൽ കയറാമെന്ന് വിചാരിച്ചു. ആദ്യം ഇന്ത്യയിൽ പോയി. മുന്നേ വന്നിട്ടുണ്ടെങ്കിലും ഇന്ത്യയിലൊന്നും കയറി നോക്കിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇത്തവണ ഒന്ന് ഇന്ത്യയിൽ കയറാമെന്ന് വിചാരിച്ചു. കാരണം കുറച്ച് സമയം ചിലപ്പോൾ ഈവനിങ് ടൈം അല്ലെങ്കിൽ രാവിലെ അപ്പോഴൊക്കെ വരിക. അപ്പോൾ കുറച്ച് സമയം അങ്ങനെ കയറി എല്ലാറ്റിലൊന്നും കയറാൻ നമുക്ക് എപ്പോഴും ടൈം കിട്ടാറില്ലല്ലോ. അപ്പോൾ ഇത്തവണ എന്തായാലും ഇന്ത്യയിൽ കയറിയൊക്കെ വിചാരിച്ചു. കയറിയപ്പോൾ തന്നെ ഞാൻ അട്രാക്റ്റീവായത് മറ്റേ ഡ്രസ്സുകളിലാണ് കേട്ടോ. കാരണം ഒരുപാട് നല്ല ഡ്രസ്സുകളുണ്ടായിരുന്നു. നമ്മുടെ ഇന്ത്യൻ വെയേഴ്സ് നന്നായിട്ടുണ്ടായിരുന്നു, കാണാനും നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ഇവിടെ എല്ലാതും ഭയങ്കര ഓവർ പ്രൈസ്ഡായിട്ട് തോന്നി. കാരണം എന്താണെന്ന് വെച്ചാൽ നല്ല പ്രൈസ് ഉണ്ട്, അതുകൊണ്ടാണ് ഞാനൊന്നും വാങ്ങിയില്ല കേട്ടോ. കാരണം ഭയങ്കര പ്രൈസുള്ള മാതിരി തോന്നി. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനൊക്കെ, പക്ഷേ ഭയങ്കര വില പോലെ തോന്നിപ്പോയി. അത് കാരണം ഒന്നും വാങ്ങിയില്ല. പക്ഷെ കാണാനൊക്കെ നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ഹാൻഡ് മെയ്ഡായിട്ടുള്ള ഒരുപാട് ചെരുപ്പുകൾ, അതൊക്കെ ഭയങ്കര രസമുണ്ടായിരുന്നു. അതിൻ്റെ ക്ലിപ്സൊക്കെ ഞാൻ അതിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് മൊത്തം ഡ്രസ്സുകളാണ്. ഒരു ഡ്രസ്സിൻ്റെ സൽവാർ മാതിരി ഒരു ടോപ്പ്, ലോങ് ആയിട്ടുള്ള ടോപ്പിൻ്റെ ഒരു കടയായിരുന്നത്. നല്ല രസമുണ്ടായിരുന്നു അത് കാണാൻ. ചിലതൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട്, ചിലത് കാണാത്ത രസമൊന്നുമില്ല. എല്ലാവരും നല്ല വിലയുണ്ട്. പിന്നെ അതിന് ശേഷം ഇതങ്ങനത്തെ ബാഗുകൾ, ഇതൊക്കെ ഹാൻഡ് മെയ്ഡാണ് തോന്നുന്നു. ഇതിന് നല്ല വില ഉണ്ട് തോന്നുന്നു. കാരണം ചെരുപ്പിൻ്റെ വില ഒരു ലേഡി ചോദിക്കുന്നത് ഞാൻ കേട്ടു. അപ്പോൾ ഒരു 150 ദിർഹം ഒക്കെയാണ് പറഞ്ഞത് ഈ ഒരു ചെരുപ്പിനൊക്കെ. കണ്ടോ, നല്ല രസമുണ്ട് കാണാൻ. എല്ലാം ഹാൻഡ് മെയ്ഡാണെന്ന് എനിക്ക് തോന്നുന്നു. നന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ കാണാൻ. കാരണം ഈ ബാഗുകളൊക്കെ കണ്ടില്ലേ. പിന്നെ ഇന്ത്യയിൽ ഇതുപോലത്തെ കളക്ഷൻസാണ് കൂടുതൽ. അങ്ങനെ ഇന്ത്യയിൽ നിന്ന് ഡയറക്റ്റ് ഞങ്ങൾ ചൈനയിലേക്കാണ് ചാടിയത്. ചൈനയിൽ ഒരു രക്ഷയില്ല, നമ്മളെ അട്രാക്റ്റ് ചെയ്യാൻ ഒരുപാട് കടകളും ഭയങ്കര കൂടുതലുള്ള പോലെ എനിക്ക് തോന്നി. കാരണം മുക്കിന് കടകൾ, ചെറിയ ചെറിയ ഷോപ്പുകളുള്ള പോലെ തോന്നി. അതിലൊക്കെ ഡിഫറെൻ്റ് ആയിട്ടുള്ള കുറേ സാധനങ്ങൾ, ഡ്രസ്സുകൾ, കുറേ ക്യൂട്ടായിട്ടുള്ള സാധനങ്ങളാണ് കേട്ടോ ചൈനയിലുള്ളത്. കണ്ടോ, ഇങ്ങനെ ഹെയറിൽ വെക്കുന്ന ഒരുപാട് സംഭവങ്ങളാണ് ഈ ഷോപ്പിൽ ഫുള്ള്. പിന്നെ ഇതുപോലത്തെ നൈറ്റ് വെയേഴ്സ്, അങ്ങനെ ഒരുപാട് ഡ്രസ്സുകൾ, നമുക്ക് നല്ല ഇഷ്ടപ്പെടുന്ന ഡ്രസ്സുകളൊക്കെ ഉണ്ട്. ഇവിടെ ഞാൻ എന്തോ വില ചോദിച്ചില്ല. ഇങ്ങനത്തെ വിലക്ക് കിട്ടി ഞെട്ടിയ കാരണം തോന്നുന്നു. എനിക്ക് ഇവിടുന്ന് വിലയൊന്നും ചോദിക്കാൻ തോന്നില്ല. എല്ലാം ഞാൻ നോക്കി നടന്ന് കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. അതുപോലത്തെ നെയിൽസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അവിടെ മറ്റേ ചോക്ലേറ്റ് സ്ട്രോബെറി ചോക്ലേറ്റിൽ മുക്കിയിട്ടുള്ള സംഭവം, അതെല്ലാവർക്കും ഇങ്ങനെ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി ഓരോ സ്ലൈസ് കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാനും ഒരു സ്ലൈസ് വാങ്ങിച്ച് കഴിച്ചു നോക്കിയിട്ടോ. ഇതുവരെ അങ്ങനെ അത് കഴിച്ചു നോക്കിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. എന്തായാലും ഇപ്പോൾ ടേസ്റ്റ് ചെയ്യാനൊരു സാധനം കിട്ടിയില്ല, അപ്പോൾ പിന്നെ അത് വാങ്ങിച്ചില്ല. ഞാൻ ഏട്ടനും ഓരോ കടി ഇതിൽ നിന്ന് കഴിച്ചു. പിന്നെ അതിന് ശേഷം കുപ്പികളുടെയും ഒക്കെ അല്ലറ സാധനങ്ങളുടെ ഒക്കെ ഒരു ഷോപ്പ് കണ്ടു കേട്ടോ. അവിടുത്തെ മിഠായികളൊക്കെയാണ്, ചൈനത്തെ മിഠായികളൊക്കെയാണ് തോന്നുന്നു. പിന്നെ ഇത് വൈറലായിട്ടുള്ള അങ്ങനത്തെ ഒരു സംഭവം, ഐസ്ക്രീം കണ്ടിട്ടില്ലേ, അതും ഉണ്ടായിരുന്നു. പിന്നെ ഇതുപോലത്തെ ഒരു പില്ലോ, നല്ല രസമുണ്ടായിരുന്നു, നല്ല സുഖം ഉണ്ടായിരുന്നത്. അവർ പറഞ്ഞ് തലവേദനിക്കുമ്പോൾ പിന്നെ പിള്ളേർക്ക് ഇങ്ങനെ മസാജ് ചെയ്യാൻ അതിനൊക്കെ ഉപയോഗിക്കാം അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അവരവിടെ ഇരുത്തി നമ്മൾ ചെയ്യാനൊക്കെ. ഞാൻ ആരൊക്കെ നമ്മളെ വിളിച്ചിരുത്തണു അവിടെയൊക്കെ ഞാൻ ഇരുന്ന് കൊടുത്തു. പിന്നെ നമ്മുടെ ആഫ്രിക്കയിൽ കയറിയതാണ് കേട്ടോ. ആഫ്രിക്കയിൽ കയറി അവർ എല്ലാവരും ഇത് മെയിനായിട്ട് അവരുടെ ഷിയ ബട്ടറും അങ്ങനത്തെ സോപ്പുകൾ, ലോഷൻ. Hakuna Matata, my baby. Hakuna Matata. പിന്നെ മോന് തൊപ്പി വാങ്ങാൻ കയറിയപ്പോൾ അവിടുത്തെ ഒരു ആളിങ്ങനെ പാട്ട് പാടി കൊടുത്താണ് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് അവർ നമ്മുടെ കൈയൊക്കെ പിടിച്ചിട്ട് ഇതൊക്കെ തേച്ച് തരുമ്പോൾ ഞാൻ എല്ലാവർക്കും കൈയൊക്കെ കൊടുത്തു. ഇവിടുന്ന് ഈ ഷോപ്പിൽ നിന്ന് ഞാൻ 1-2 സാധനങ്ങൾ വാങ്ങും ചെയ്തിട്ടോ. കാരണം ഇവർ കുറച്ച് കൂടുതലായിട്ട് എന്നെ സുഖിപ്പിച്ചു. സ്ക്രബൊക്കെ ഇട്ട് തന്ന്, സോപ്പൊക്കെ ഇട്ട് തന്ന്, അതിൻ്റെ കൈയൊക്കെ നന്നായി വാഷ് ചെയ്ത് സ്ക്രബ് ചെയ്ത് സെറ്റ് ചെയ്ത് തന്നു. അപ്പോൾ ഞാൻ വാങ്ങിപ്പോയി എന്ന് തോന്നുന്നു. എന്നല്ല, ഞാൻ വാങ്ങി സ്ക്രബ് വാങ്ങി, പിന്നെ അവരുടെ സോപ്പ് വാങ്ങി, പിന്നെ ഷിയ ബട്ടറും വാങ്ങി.
അപ്പം ഇത് നല്ലത് തോന്നുന്നു. കാരണം ഓവർ എന്താ പറയുക കെമിക്കൽസ് ഒന്നും ഇല്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. എനിക്കറിയില്ല ഇതിനെ പറ്റി ക്ലിയർ ആയിട്ട് സംഭവം. പക്ഷേ എനിക്ക് തോന്നിയേ കുഴപ്പമില്ല വാങ്ങാമെന്ന് തോന്നിയത് കാരണം ഞാൻ വാങ്ങിയ കാരണം എന്താ പറയുക കുറേ പരസ്യങ്ങളൊക്കെ ചെയ്ത് അങ്ങനെ ചെയ്ത് ഇങ്ങനെ ചെയ്ത് വരുന്ന അവരുടെ ബോട്ടിൽസൊക്കെ കണ്ടതിന് നമുക്ക് വാങ്ങാം എന്നിങ്ങനെ തോന്നും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു സിമ്പിളായിട്ടുള്ള ഒരു ബോട്ടിൽ ഒരു ചെറിയ തൊട്ടിച്ചിട്ട് അങ്ങനത്തെ സംഭവം. പിന്നെ ഷിയ ബട്ടറിലൊന്നും വേറെ മണമോ കാര്യങ്ങളോ അങ്ങനെയൊന്നുമില്ല. പ്രോപ്പർ അതിൻ്റെ ഒതൻറ്റിക് ആയിട്ടുള്ള ഒരു സ്മെല്ലാണ് കേട്ടോ ഉണ്ടായിരുന്നത്. അങ്ങനെ അവിടെ നിന്ന് അതൊക്കെ വാങ്ങി. പിന്നെ ഞങ്ങളിത് ഇവിടുത്തെ ലണ്ടനോ റഷ്യ ഏതോ സ്ഥലമാണ് അവിടേക്ക് കയറിയപ്പോഴാണ് എന്താ പറയുക അവർ ഈ വാൾനട്ട് സൂപ്പർ ടേസ്റ്റായിരുന്നു. വാൾനട്ട് റോസ്റ്റഡ് ആണ് തോന്നുന്നു. എന്ത് ടേസ്റ്റാണെന്ന് പറയാം. അതിൻ്റെ ടേസ്റ്റ് കുറേ നേരം വായിലുണ്ടായിരുന്നു കേട്ടോ. അതിന് കിലോയ്ക്ക് എത്ര 100 സംതിങ് എത്രയോ പറഞ്ഞു റേറ്റ്. ഞങ്ങൾ വാങ്ങിയൊന്നുമില്ല, ഞങ്ങളൊക്കെ വാങ്ങിച്ച് ടേസ്റ്റ് ചെയ്ത് നോക്കി. അതിന് ശേഷം ഞങ്ങൾ ആ ഗെയിമിംഗ് സെക്ഷനിലേക്ക് പോയി. പിന്നെ ഇങ്ങനെയൊക്കെ സംഭവങ്ങളിലേക്കൊക്കെ പോയി അതൊക്കെ കുറച്ച് നേരം നോക്കി നിന്നു. ആൾക്കാരായിട്ട് അവിടെ കിടന്ന് തിരിയണത് അവറ്റങ്ങളുടെ ജീവൻ പോകുന്നുണ്ടാവും. വെറുതെ ഇത് മാത്രമല്ല തിരിയണത്. പിന്നെ ഇങ്ങനത്തെ ഒരു സ്വിങ് ചെയ്യണ ഒരു ഇത് അതിലിവിടുന്ന് വലിച്ചിട്ട് ഒറ്റപ്പെടലാണ് ആൾക്കാരെന്നെ. അതൊക്കെ കണ്ടിട്ട് ഞങ്ങൾ സന്തോഷിച്ച് നിന്നു. വേറൊന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല, കാരണം ഞങ്ങൾക്ക് അതിൽ കയറാനുള്ള ധൈര്യമൊന്നും ഇല്ല കേട്ടോ. അത് കഴിഞ്ഞ് നേരെ ഞങ്ങൾ വീട്ടിലോട്ട് പോകുന്നു. ലേറ്റ് ആവണേക്കാട്ടി മുന്നേ. മോൻ ഉറങ്ങി കേട്ടോ. ഞങ്ങൾ ബസ്സിൽ കയറി. അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.